Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Structure of Indian Money Market, specifically Unorganized Banking Sector, from the subject Financial Services for BBA Semester 3 students of the Kerala University. Structure of Indian Money Market. The main components of Indian money market are unorganized banking sector, organized banking sector with several sub-markets which deals with borrowing and lending of short-term credits. ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അഥവാ ഘടനയിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. രണ്ട് കമ്പോണൻസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ, രണ്ടാമത്തേത് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ. ഈ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനും ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൻ്റെ കീഴിലും അനേകം സബ് മാർക്കറ്റ്സും ഉണ്ട്. ആ സബ് മാർക്കറ്റ്സ് ഡീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ക്രെഡിറ്റ്സിലാണ് ഡീൽ ചെയ്യുന്നത്. ഷോർട്ട് ടേം ക്രെഡിറ്റ്സിൻ്റെ ബോറോയിങ് ലെൻഡിങ് ഇവിടെ ഈ മണി മാർക്കറ്റിൽ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലും ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലും ഷോർട്ട് ടേം ക്രെഡിറ്റ്സിൻ്റെ ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുന്നുണ്ട്. അതായത് ഹ്രസ്വകാലത്തേക്കുള്ള വായ്പകൾ നൽകുകയും അല്ലെങ്കിൽ വായ്പ എടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം ഈ മണി മാർക്കറ്റിൽ നടക്കുന്നു. നമുക്കറിയാം മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഷോർട്ട് ടേം ഫണ്ട്സിൻ്റെ ബോറോയിങ് ലെൻഡിങ് നടക്കുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ മണി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറും ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറും. അതിൽ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഈ ലെക്ചറിൽ വിശദീകരിക്കാൻ പോകുന്നത്. Unorganized banking sector consists of indigenous bankers and money lenders in the country who pursue banking on traditional lines. പരമ്പരാഗതമായ രീതികളിൽ ബാങ്കിങ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാദേശിക തലത്തിലുള്ള അല്ലെ പ്രാദേശികപരമായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ബാങ്കേഴ്സിനെയും മണി ലെൻഡേഴ്സിനെയുമാണ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ബാങ്കേഴ്സും മണി ലെൻഡേഴ്സാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രാദേശിക തലത്തിൽ ബാങ്കിങ് പ്രവർത്തനങ്ങൾ നടക്കുന്ന അല്ലെ മണി ലെൻഡേഴ്സ് പണം കടം കൊടുക്കുന്നവരെയൊക്കെയാണ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ അംഗങ്ങളെന്ന് പറയുന്നത്. The unorganized banking sector consists of indigenous bankers and money lenders. So, let us discuss who are these indigenous bankers. The Indian Central Banking Enquiry Committee defined indigenous banks as an individual or private firm receiving deposits and dealing in hundis or lending money. അപ്പോൾ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി ഇൻഡിജിനസ് ബാങ്ക്സിനെ അല്ലെങ്കിൽ ബാങ്കേഴ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ആൻ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഫേം റിസീവിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡീലിംഗ് ഇൻ ഹുണ്ടീസ് ഓർ ലെൻഡിങ് മണി. അതായത് പ്രാദേശികമായ തലത്തിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യും, അതേപോലെ തന്നെ പണം കടം കൊടുക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഡീലിംഗ് ഇൻ ഹുണ്ടീസിൽ ഡീല് ചെയ്യുന്നതായിട്ടുള്ള പ്രാദേശിക തലത്തിലുള്ള ബാങ്കിങ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയെയോ ഒരു പ്രൈവറ്റ് ഫേമിനെയോ ഒരു സ്വകാര്യ സ്ഥാപനത്തെയാണ് ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഈ ഹുണ്ടീസ് എന്താണെന്ന്. ഹുണ്ടീസ് എന്ന് വെച്ചാൽ നിക്ഷേപക്കുറിപ്പ് എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. ഹുണ്ടീസിൻ്റെ മലയാള മീനിങ് എന്ന് പറയുന്നത് നിക്ഷേപക്കുറിപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ, പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മൾ പണം നിക്ഷേപിക്കുന്നു. അതിന് അയാൾ എഴുതി നൽകുന്ന ഒരു കടലാസിന് അല്ലെങ്കിൽ ഒരു രേഖയ്ക്ക് ആണ് പറയുന്നത് ഹുണ്ടീസ് എന്ന് പറയുന്നത്. അതിന് നിയമപ്രാബല്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഇൻഡിജിനസ് ബാങ്കേഴ്സിന് നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്കിങ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള നിയമപരമായിട്ടുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഹുണ്ടീസൊക്കെ നിയമപ്രാബല്യം ഇല്ലാത്തതാണ്. അപ്പോൾ ഹുണ്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ പണം കടം കൊടുക്കുമ്പോഴായാലും അതിന് അവർ എഴുതി നൽകുന്നതായിട്ടുള്ള രേഖയാണ് ഹുണ്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയുടെ നിർവചനപ്രകാരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും പണം കടം കൊടുക്കുകയും ചെയ്യുന്ന പ്രാദേശിക തലത്തിലുള്ള ഒരു വ്യക്തിയെയോ
സ്വകാര്യ സ്ഥാപനത്തെയാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. They accept deposits on current accounts and fixed deposits. They lend money to small farmers and traders. Along with this, they deal in hundis. They charge exorbitant rate of interest on loans. ഇവിടെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ പ്രത്യേകതകൾ പറയുന്നതാണ്. അവർ കറണ്ട് അക്കൗണ്ടായിട്ട് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ടും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ചെറുകിട കർഷകർക്കും വ്യാപാരികൾക്കൊക്കെ ഇവർ പണം കടം കൊടുക്കാറുണ്ട്. ഇവർ ഹുണ്ടീസിനകത്ത് ഡീൽ ചെയ്യാറുണ്ട്. ഹുണ്ടി എന്താണെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. മാത്രമല്ല ഇവർ കൊടുക്കുന്ന ലോണുകൾ, വായ്പകൾക്കൊക്കെ വളരെ വലിയ പലിശയാണ് ഈടാക്കുന്നത്. ഇത്രയാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ പ്രത്യേകത. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ. പ്രാദേശികമായ തലത്തിൽ പണമിടപാട് നടത്തുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ അല്ല എന്ന് മാത്രം. Certain communities such as Marwaris, Bengalis, Gujaratis, Chettiars and Kallidakurchi Brahmins do indigenous banking business in India. ഇന്ത്യയിൽ ചില കമ്മ്യൂണിറ്റികൾ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ, അതായത് മാർവാരീസ്, ബംഗാളീസ്, ഗുജറാത്തീസ്, ചെട്ടിയാരുമാർ, കല്ലിടക്കുറിച്ചി ബ്രാഹ്മിൻസ്, ഇവരൊക്കെയാണ് ഇന്ത്യയിൽ ഈ ഇൻഡിജീനിയസ് ബാങ്കിങ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് പ്രാദേശിക തലത്തിൽ ഈ പണമിടപാടുകൾ നടത്തുന്ന സമുദായങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. The main limitation of indigenous bankers is that they follow conservative practices and are not governed by Reserve Bank of India. ഈ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ അഥവാ പ്രാദേശികമായ പണമിടപാടുകാരുടെ പ്രധാനപ്പെട്ട പോരായ്മയെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവർ ഫോളോ ചെയ്യുന്നത് കൺസർവേറ്റീവ് പ്രാക്ടീസസ് ആണ്. എന്ന് വെച്ചാൽ യാഥാസ്ഥിതികമായ പഴയ കാലത്തുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോഴും അവർ പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ അവർ പാലിച്ചു വരുന്നത്. മാത്രമല്ല ഇവരാരും തന്നെ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണ പരിധിയിൽ വരുന്നതല്ല. ഇത് രണ്ടും ഈ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ ആ പണത്തിന് നിയമത്തിന് മുമ്പിൽ പ്രാബല്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണം അവർ തിരികെ നൽകിയില്ല എങ്കിൽ നിയമം മൂലം നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ പണം നഷ്ടപ്പെട്ടു പോകും. അതാണ് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണ പരിധിയിൽ വരുന്നവരല്ല ഈ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Money lenders. Money lenders constitute one of the components of the unorganized money market of our country. Money lenders are those persons who do not accept deposits from public but merely lend their own funds. They lend money mainly for consumption and other domestic purposes. There are mainly two categories of money lenders. ഇപ്പോൾ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൽ നമ്മുടെ രാജ്യത്ത് ഉള്ള മറ്റൊരു ഘടകമാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മളിവിടെ പഠിക്കുന്ന മണി ലെൻഡേഴ്സിനെ കുറിച്ചാണ്, അതായത് പണം കടം കൊടുക്കുന്നവരെ കുറിച്ച്. അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിലെ ഒരു കമ്പോണൻ്റാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കില്ല. ദേ ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക് ബട്ട് മിയർലി ലെൻഡ് ദെയർ ഓൺ ഫണ്ട്സ്. പക്ഷേ തങ്ങളുടെ കൈവശമുള്ള പൈസ മറ്റുള്ളവർക്ക് അത് കടം കൊടുക്കാറുണ്ട്. ഈ കടം കൊടുക്കുന്നത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് പർപ്പസസിന്, ഓരോ വ്യക്തികളുടെയും ഗാർഹികമായ പല ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് പണം മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടി ആൾക്കാർക്ക് പണം കടം കൊടുക്കാറുണ്ട്, പലിശയ്ക്ക് കടം കൊടുക്കാറുണ്ട്. ഇവരെയാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഈ മണി ലെൻഡേഴ്സ് തന്നെ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. There are mainly two types of money lenders. First one is professional money lenders. They are those persons whose main business is to lend money. പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട അവരുടെ ജോലി എന്ന് പറയുന്നത് പൈസ കടം കൊടുക്കലാണ്, പൈസ വായ്പയായി നൽകുകയാണ്. അത്തരത്തിലുള്ള മണി ലെൻഡേഴ്സിനെ, പണം കടം കൊടുക്കുന്നവരെയാണ് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അവരുടെ പ്രധാനപ്പെട്ട ജോലി പണം അല്ലെങ്കിൽ
പണം വായ്പ നൽകുക അല്ലെങ്കിൽ പണം കടം കൊടുക്കുക എന്നുള്ളതാണ്, പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവരെയാണ് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റെസിഡൻറ്റ് മണി ലെൻഡേഴ്സ്, അതായത് മഹാരാജ, സാഹുകാർസ്, സെയ്റ്റ്സ്, ബാനിയാസ് എന്നൊക്കെ പറഞ്ഞ ഈ വംശജർ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ സമുദായത്തിൽ പെടുന്നവരെല്ലാം റെസിഡൻറ്റ് മണി ലെൻഡേഴ്സാണ്. അവരിങ്ങനെ യാത്ര ചെയ്തിൽ അവരുടെ സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ പണം കൊടുക്കുന്നവരാണ് ഈ റെസിഡൻറ്റ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഐറ്റിനറൻറ്റ് മണി ലെൻഡേഴ്സ് ഉണ്ട്. പത്താൻസ്, കാബൂളീസ്, കുസ്തുവാലാസ്, ഇവരൊക്കെ. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഐറ്റിനറൻറ്റ് മണി ലെൻഡേഴ്സ് എന്ന് വെച്ചാൽ, ഐറ്റിനറൻറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ പേഴ്സൺ ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി പണം കടം കൊടുക്കുന്നവരെയാണ് ഐറ്റിനറൻറ്റ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ആ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ പത്താൻസ്, കാബൂളീസ്, കുസ്തുവാലാസ്, ഇവരൊക്കെ അങ്ങനെയാണ്. അവരിങ്ങനെ യാത്ര ചെയ്ത് പല പല സ്ഥലങ്ങളിൽ പോയി കടം കൊടുക്കാറുണ്ട്, പലിശയ്ക്ക് പണം കൊടുക്കാറുണ്ട്. റെസിഡൻറ്റ് മണി ലെൻഡേഴ്സ് എന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ അവരുടെ സ്ഥലത്ത് മാത്രം പണം കടം കൊടുക്കുന്നു. ഇവർ രണ്ടു കൂട്ടരും പ്രൊഫഷണൽ മണി ലെൻഡേഴ്സാണ്. ഇവർ രണ്ടു കൂട്ടരുടെയും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പണം വായ്പയായി നൽകുക, പലിശയ്ക്ക് പണം കടം കൊടുക്കുക. ഇതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ഇതാണ് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ്. The second category of money lenders is the non-professional money lenders. These are those persons who combine money lending with other activities. But non-professional money lenders എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ജോലി മണി ലെൻഡിങ് അഥവാ പണം പലിശയ്ക്ക് കടം കൊടുക്കല അല്ല. അവർ ഈ പണം കടം കൊടുക്കുന്ന മറ്റ് പല അവരുടെ ജോലികളുടെ കൂട്ടത്തിൽ ചെയ്യുന്നു മാത്രം. മനസ്സിലാകുന്നു. അവർക്ക് വേറെ ജോലികളോ മറ്റ് തൊഴിൽ ഒക്കെ ഉണ്ടാകും, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പലിശയ്ക്ക് പണം കടം കൊടുക്കുകയും കൂടെ ചെയ്യുന്നു. അത്തരത്തിലുള്ളവരെയാണ് നോൺ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ജോലി എന്ന് പറയുന്നത് പണം കടം കൊടുക്കൽ, പലിശയ്ക്ക് കടം കൊടുക്കൽ മാത്രമല്ല, അവർക്ക് വേറെയും ജോലികളുണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ അതുമായിട്ട് കമ്പൈൻ ചെയ്ത് യോജിച്ചുകൊണ്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയും ചെയ്യുന്നു. അത്തരത്തിലുള്ളവരെയാണ് നോൺ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ്, നോൺ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ്, ഇവരെല്ലാം മണി ലെൻഡേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൻ്റെ കീഴിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. Now let us discuss the defects of unorganized banking sector. As we know, the unorganized banking sector consists of indigenous bankers and money lenders. First defect of unorganized banking sector is their resources are limited to meet the requirement of the rural people. Rural people എന്ന് പറയുമ്പോൾ ഗ്രാമവാസികൾ എന്നാണ്. അപ്പോൾ ഗ്രാമവാസികളുടെ പണത്തിനായിട്ടുള്ള ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റാനുള്ള റിസോഴ്സസ് അഥവാ ഒരു വിഭവങ്ങൾ ഈ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലെ പ്ലെയേഴ്സായ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിലോ ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ കയ്യിലോ ഇല്ല. അപ്പോൾ ഇവരുടെ എല്ലാം സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷി ഈ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലുള്ളവർക്ക് ഇല്ല. അതാണ് ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫക്റ്റ് ഇസ് ദേ ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു പോരായ്മ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലുള്ള മണി ലെൻഡേഴ്സ് ആയാലും ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആയാലും വളരെ വലിയൊരു പലിശയാണ് ഈടാക്കുന്നത്. വലിയ നിരക്കുള്ള പലിശയാണ് ഇവർ ഈടാക്കുന്നത്. കൊള്ള പലിശ എന്നൊക്കെ നമ്മൾ നാട്ടുവർത്തമാനത്തിൽ പറയാറുണ്ട്. തേർഡ് ഡിഫക്റ്റ്, ദേ ഗ്രാൻഡ് ലോൺസ് ഫോർ കൺസംഷൻ ആൻഡ് അൺപ്രൊഡക്റ്റീവ് പർപ്പസസ്. മൂന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഈ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലുള്ള മണി ലെൻഡേഴ്സ് ആയാലും ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആയാലും പണം വായ്പയായി നൽകുന്നത് കൺസംഷന് വേണ്ടിയിട്ടാണ്. ആൾക്കാരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ ആ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. അതേപോലെ അൺപ്രൊഡക്റ്റീവ് പർപ്പസസ്, ചിലപ്പോൾ ഉൽപ്പാദനക്ഷമമല്ലാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയും പണം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഓർഗനൈസ് സെക്ടറിലാണെങ്കിൽ, ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കൊക്കെ ആണെങ്കിൽ ഒരു ലോൺ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ലോൺ എടുക്കുന്നത്? ഇപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയും. അത് ഫീസിബിൾ ആണോ, ഈ ബിസിനസ് ലാഭകരമാകുമോ, അത് നടപ്പിലാക്കാൻ പറ്റുമോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത് ഓർഗനൈസ് സെക്ടറിൽ. ഇവിടെ അൺഓർഗനൈസ് സെക്ടറിൽ അങ്ങനെയൊന്നും നോക്കാറില്ല. എന്താവശ്യമെന്ന് ചോദിച്ചാലും പൈസ അമിതമായ പലിശ നിരക്കിൽ പണം കടം കൊടുക്കുകയാണ്. അതൊരു പോരായ്മയാണ്. Fourth defect, they provide loans against crops. In this way, they compel the consumers to supply the crops to them. നാലാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഈ വിളകൾ, ക്രോപ്സിന് സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ഈട് വെച്ചുകൊണ്ടായിരിക്കും ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഈ പണം തിരികെ
കടം മേടിച്ചവർ കൊടുത്തില്ല എങ്കിൽ ഇവർക്ക് നിരന്തരമായിട്ട് ഈ ക്രോപ്സ്, ഇപ്പം നെല്ലായാലും അരിയായാലും അല്ലെങ്കിൽ വാഴ കുലയായാലും എന്ത് തന്നെ ആയാലും അതെല്ലാം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഈ ലോൺ നൽകുന്നവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പോൾ കർഷകർക്ക് ലോൺ കൊടുക്കുന്നെങ്കിൽ അവരുടെ ധാന്യങ്ങൾ, ഇപ്പോൾ അരിയും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യുന്നെങ്കിൽ, നെല്ലൊക്കെ കൃഷി ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പണം തിരികെ കൊടുക്കുന്നത് വരെ. അപ്പോൾ അതിൻ്റെ ക്രോപ്സിൻ്റെ സെക്യൂരിറ്റിയുടെ ബേസിലായിരിക്കും ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി ചൂഷണങ്ങൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഈ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൻ്റെ പോരായ്മകളാണ്. Assignment questions. Number 1, define indigenous bankers. Number 2, who are money lenders? Number 3, what are the defects of unorganized banking sector? I hope all of you understood the topic structure of Indian money market, especially the unorganized banking sector, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.